തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളുടെ അമിതാവേശത്തെ അംഗീകരിക്കാനാകില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. ഗ്രൂപ്പ് യോഗം നടത്തിയാൽ എ.ഐ.സി.സിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും സുധീരൻ. ഡി.സി.സികളുടെ പുനഃസംഘടന അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നു. സജേഷ്, ഒട്ടേറെ വിവാദങ്ങൾ ഗ്രൂപ്പ് പോരൊക്കെ തന്നെ അതിന്റെ സീമകൾ ലംഘിച്ച് മുന്നേറുന്നതിനിടെയാണ് ഇന്ന് യോഗം ചേർന്നത്. യോഗത്തിൽ പൊതുവെ വന്ന വികാരങ്ങൾ പല വിഷയങ്ങളിലും അതിൽ സമഗ്രമായി സുധീരൻ അതിനുശേഷം എന്ത് കാര്യങ്ങൾ പറഞ്ഞു? പ്രജീഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരം അനുവദിക്കില്ലെന്നാണ് കെ.പി.സി. നിർവാഹക സമിതി യോഗത്തിൽ സുധീരൻ പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ നിർണ്ണയിക്കുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആകരുതെന്ന നിർദ്ദേശവും കെ.പി.സി. യോഗത്തിൽ സുധീരൻ നൽകി. നേതാക്കൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുത്താൽ അത് എ.ഐ.സി.സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയും സുധീരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് അടിസ്ഥാന ആകില്ല സ്ഥാനാർത്ഥികളുടെ മാനദണ്ഡം, വിജയം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളുടെ മാനദണ്ഡമെന്നും കെ.പി.സി. യോഗത്തിൽ സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നവംബർ 17 മുമ്പ് നടത്തുമെന്ന് രാവിലെ മുഖ്യമന്ത്രിയും കെ.പി.സി. നിർവാഹക സമിതിയിൽ അറിയിച്ചിരുന്നു. ഗ്രൂപ്പുകൾക്കെതിരായ വലിയ വികാരമാണ് സുധീരൻ്റെ ഭാഗത്തു നിന്നും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നടക്കുന്ന ഡി.സി.സി പുനഃസംഘടന തെരഞ്ഞെടുപ്പ് വരെ നിർത്തിവെക്കണമെന്ന് എ.ഐ വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യവും സുധീരൻ തള്ളി. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും സുധീരൻ ഈ കെ.പി.സി. യോഗത്തിന് ശേഷം പറഞ്ഞു. ചാവക്കാട് ഹനീഫ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പാർട്ടിക്ക് കനത്ത ക്ഷതം ഏൽപ്പിച്ചു. സംഘടനാ നടപടി മുഖം നോക്കാതെ എടുത്തു. എന്നാൽ അന്വേഷണം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നെന്ന സൂചനയും സുധീരൻ്റെ വാക്കുകളിലുണ്ടായി. മുഖം നോക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യവും സുധീരൻ കെ.പി.സി. യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് നടപടികളിലും ഇനി മുന്നോട്ട് പോകരുത്. വിഭാഗീയമായ ഗ്രൂപ്പ് യോഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് എ.ഐ.സി.സിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് സുധീരൻ ഈ കെ.പി.സി. യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിൽ 12 ഡി.സി.സി അധ്യക്ഷന്മാർ പുനഃസംഘടന നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഗ്രൂപ്പുകൾക്ക് ഇക്കാര്യത്തിൽ സുധീരൻ്റെ നടപടിയിൽ വലിയ അതൃപ്തിയുണ്ട്. സുധീരൻ സ്വന്തം അനുയായികളെ കുത്തിത്തിരുകാൻ പുനഃസംഘടന ഉപയോഗിക്കുന്നു. വയനാട്ടിൽ 7 പേരെ ലിസ്റ്റിൽ ഇല്ലാതിരുന്നവരെ സുധീരൻ നിയോഗിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം തെരഞ്ഞെടുപ്പ് വരെ തർക്കങ്ങൾ ഒഴിവാക്കാൻ പുനഃസംഘടന നിർത്തിവെക്കണമെന്നായിരുന്നു ഗ്രൂപ്പുകളുടെ ആവശ്യം. ഈ ആവശ്യവും സുധീരൻ തള്ളി. അതോടൊപ്പം തന്നെ മന്ത്രിമാർ തലസ്ഥാനത്ത് കൃത്യമായി എത്തുന്നില്ല. ആഴ്ചയിൽ 4 ദിവസം മന്ത്രിമാർ തലസ്ഥാനത്തുണ്ടാകണമെന്ന കെ.പി.സി. നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ആരോപണം പരിശോധിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. പ്രജീഷ്, എം.ആർ. സജേഷാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടികയിൽ 2.49 കോടി വോട്ടർമാരുണ്ട്. ഈ വർഷം 18 വയസ്സ് പൂർത്തിയായവർ 5.4 ലക്ഷം വോട്ടർമാരാണ്. ഇതാദ്യമായി ഫോട്ടോ പതിച്ച വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാനത്ത് നവംബറിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് 2,49,89,691 വോട്ടർമാരാകും. കരട് വോട്ടർ പട്ടികയിൽ 2015 ജനുവരിയിൽ 18 വയസ്സ് തികഞ്ഞ് പുതുതായി രജിസ്റ്റർ ചെയ്ത 5,04,443 പേരാണുള്ളത്. ഇതാദ്യമായി ഫോട്ടോ പതിപ്പിച്ച വോട്ടർ പട്ടികയാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും സ്ഥാനമാറ്റത്തിനും അപേക്ഷിക്കാൻ ഓൺലൈൻ സൗകര്യം ലഭ്യമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്ന അവസാന ദിവസത്തിന് 10 ദിവസം മുൻപ് വരെ സമർപ്പിക്കുന്ന അപേക്ഷകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. 725 പ്രവാസികളാണ് പട്ടികയിലുള്ളത്. എന്നാൽ ഇവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ കേരളത്തിലെത്തേണ്ടിവരും. ഇവർ അസൽ പാസ്പോർട്ടുമായി അതത് ബൂത്തിലെത്തിയാൽ വോട്ട് ചെയ്യാമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. പ്രവാസികൾക്കും വോട്ടർ പട്ടികയിൽ ഓൺലൈനായി പേര് ചേർക്കാൻ അവസരമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നഴ്സിനെ ആക്രമിച്ച സംഘപരിവാർ നേതാവിനെ പോലീസ് വിട്ടയച്ചു. നാട്ടുകാരും എയ്ഡ് പോസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആക്രമിയെ അമ്പലപ്പുഴ പോലീസിനെ ഏൽപ്പിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി നിധിനാണ് മർദ്ദനത്തിനിരയായത്. ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ICUവിൽ രാത്രി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സംഘപരിവാർ നേതാവ് കൂടിയായ ഭദ്രൻ ക്രൂരമായി ഇയാളെ മർദ്ദിച്ചത്. വയറ്റത്ത് ഭയങ്കരമായിട്ട് തന്നെ ഇടിച്ചു. അതിന് ശരിക്കും പറഞ്ഞാൽ യൂറിൻ പോകാൻ തന്നെ പ്രയാസമായിരുന്നു. അത് ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അവൻ അത്രയും സഹിച്ചത്. പെൺപിള്ളേരായിരുന്നെങ്കിൽ അവിടെ വീണു പോയെന്നേ. മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതിയെ പിടികൂടി അമ്പലപ്പുഴ പോലീസിന് കൈമാറിയെങ്കിലും സ്റ്റേഷനിലെത്തും മുൻപ് തന്നെ പോലീസ് ഇയാളെ വിട്ടയക്കുകയായിരുന്നു. BJP നേതാക്കളുടെ ഭീഷണിയും സമ്മർദ്ദത്തെ തുടർന്നാണ് വിട്ടയച്ചത്. സംഭവം വിവാദമായതോടെ നഴ്സിംഗ് സംഘടനയും ജീവനക്കാരുടെ സംഘടനയും സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പ്രതിയെ ഉടൻ പിടികൂടാമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകി.
ഇതിനിടയിൽ ആശുപത്രിയിലെ 10ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയെ സംഘപരിവാർ നേതാക്കളെത്തി ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറഞ്ഞു. അവരിവിടെ വന്നിട്ടും ഭീഷണിയുടെ സ്വരത്തിലാണ് വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവരെന്തോ ചെയ്തു കളയും എന്ന രൂപത്തിലേക്ക് ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കണ്ണൂർ നങ്ങാറത്ത് പീടികയിൽ ഗുരുദേവ പ്രതിമ തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത 3 പേരെ ജാമ്യത്തിൽ വിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3 RSS പ്രവർത്തകരെയാണ് ജാമ്യത്തിൽ വിട്ടത്. പ്രതികളെ വിട്ടയച്ചതിന് പിന്നിൽ RSS പോലീസ് ഗൂഢാലോചനയെന്ന് CPIM ആരോപിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് നങ്ങാറത്ത് പീടികയിലെ ശ്രീമുദ്ര സാംസ്കാരിക നിലയത്തിൽ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു പ്രതിമ തകർത്തെറിയപ്പെട്ടത്. ഇതിൽ 2 ദിവസം കഴിഞ്ഞും പ്രതിമ തകർത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഗുരുപ്രതിമ തകർത്ത RSS കാര്യവാഹക് വൈശാഖ്, മുഖ്യ ശിക്ഷക് റിജിൽ, RSS പ്രവർത്തകൻ പ്രശോഭ് എന്നിവരെ ഇന്നലെ RSS നേതൃത്വം ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു. പേരിന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ചോദ്യം പോലും ചെയ്യാതെ ഉടൻ വിട്ടയച്ചു. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയത്. സംഘർഷം വ്യാപിപ്പിക്കുന്ന അക്രമത്തിന് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത പോലീസും RSSും ഒത്തുകളിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ശ്രീനാരായണ ഗുരു ദർശനത്തെ കുരിശിലേറ്റാനുള്ള പ്രതിലോമ ശക്തികളുടെ ശ്രമം തുറന്നു കാണിക്കാൻ ശ്രമിച്ച നിശ്ചല ദൃശ്യം കണ്ട് കലിതുള്ളിയവരും വികാരം കൊണ്ടവരും ശ്രീനാരായണ ഗുരു പ്രതിമ തകർത്ത് കുപ്പയിലെറിഞ്ഞ RSSനെ കുറിച്ച് മിണ്ടിയില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. അതേസമയം RSSും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഉദാഹരണമാണിതെന്നും ഉന്നതതല ഇടപെടലിനെ തുടർന്നാണ് പ്രതികളെ ജാമ്യത്തിൽ വിട്ടതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. RSS പോലീസ് നാടകമാണിതെന്നും ഗുരുപ്രതിമ തകർക്കാൻ ഗൂഢാലോചന നടത്തിയ നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും വെള്ളാപ്പള്ളി RSS തടവറയിലാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി PJ രാജൻ പ്രതികരിച്ചു. RSS നേതാക്കളുമായി കൂടിയാലോചന നടത്തി തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ ഒരു നാടകം കളിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിലെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ടടക്കം കേസെടുക്കണമെന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രതിഷേധ പ്രസ്താവന പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്ത കേസിൽ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ RSS വിധേയത്വമാണ് ഇത് തെളിയിക്കുന്നത്. സംഘപരിവാരത്തിൻ്റെ തടവറയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിയുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൊടുപുഴ CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് തകർത്ത സംഭവത്തിൽ 3 RSS BJP പ്രവർത്തകർ അറസ്റ്റിലായി. കാഞ്ഞിരമറ്റം സ്വദേശികളായ സുജിത് സോമൻ, സനേഷ്, ഷിബു എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 28-ന് കാഞ്ഞിരമറ്റത്തുണ്ടായ കുടുംബവഴക്കിനിടെ RSS പ്രവർത്തകരായ KV രജീഷ്, OM രാജേഷ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുവരെയും ആക്രമിച്ചത് CPIM DYFI പ്രവർത്തകരാണ് എന്നാരോപിച്ചായിരുന്നു RSS BJP പ്രവർത്തകർ തൊടുപുഴയിൽ അക്രമം നടത്തിയത്. അക്രമത്തിൽ CPIM തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും തകർന്നു. CPIMന്റെയും DYFIയുടെയും കൊടികളും ബോർഡുകളും ബാനറുകളും നശിപ്പിക്കപ്പെട്ടു. സംഭവത്തിൽ 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് 10 ദിവസം പിന്നിടുമ്പോഴാണ് ആദ്യ അറസ്റ്റ് നടന്നത്. RSS പ്രവർത്തകരും കാഞ്ഞിരമറ്റം സ്വദേശികളുമായ സുജിത് സോമൻ, ഷിബു, സനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. BJPയുടെ ഓഫീസ് പരിസരത്ത് നിന്നായിരുന്നു ഇവർ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. RSS ഇടതുപക്ഷത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ തടസ്സം ഇടതുപക്ഷമാണെന്ന് RSS നിലപാട്. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗം RSS വർഗീയവൽക്കരിക്കുന്നതായും RSSന്റെ സംഭാവനകൾ ഉൾപ്പെടുത്തി പാഠപുസ്തകങ്ങൾ പൊളിച്ചെഴുതുന്നതായും പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു. ഒരു കാര്യമേ വ്യക്തമാക്കാനുള്ളൂ. ഏതാനും ചിലരുടെ സാമ്പത്തിക താല്പര്യവും അധികാരമോഹവും വെച്ച് ശ്രീനാരായണ ദർശനത്തെ കൊല ചെയ്യാൻ പാടില്ല, അതിനെ ഇകഴ്ത്തി കാണിക്കാൻ പാടില്ല, അതിനെയും ഇതിനെയും RSS ദർശനത്തെയും ഒന്നിച്ചു കൂട്ടാനും പാടില്ല. സ്വാഭാവികമായും അതിനെതിരെ എതിർപ്പുയരും. ആ എതിർപ്പ് കേരളത്തിൽ ഉയരുന്നുണ്ട്. ഞങ്ങൾ ആ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ദർശനത്തെ RSSന് കീഴ്പ്പെടുത്തുന്നതിനെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. എന്താ നമ്മുടെ നാട്ടിലുണ്ടായ നില? നമ്മുടെ സമൂഹത്തിൽ വർഗീയ ശക്തികൾക്ക് എത്രമാത്രം കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് കാണേണ്ടത്. അതും പരസ്യമായി നിലപാടുള്ള CPIM പോലൊരു പാർട്ടിയെ കുറിച്ച് അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? വർഗീയ സാമുദായിക ശക്തികൾ പരസ്യമായി ഒന്നിക്കുമ്പോൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതായി VS അച്യുതാനന്ദൻ. നേരത്തെ മടിച്ചു നിന്ന സാമുദായിക ശക്തികൾ പരസ്യമായി വർഗീയത കാണിക്കുന്നു. കേരളം നേടിയെടുത്ത പുരോഗതിയെ ഇത് പിന്നോട്ടടിക്കുമെന്നും VS വ്യക്തമാക്കി.
ഘോഷയാത്രയ്ക്കിടെ കണ്ടതിന്റെ പേരിൽ വെള്ളാപ്പള്ളി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ടല്ലോ. രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണത്. ദില്ലിയിൽ നടന്ന SNDPയുടെ പ്രതിഷേധത്തിൽ VHP പ്രവർത്തകരും പങ്കെടുത്തു. ഹിന്ദു സെന്റർ, ഹിന്ദു കൗൺസിൽ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. SNDP നേതാക്കൾ ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന് VHP പ്രവർത്തകർ പറഞ്ഞു. വിശദാംശങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, ആരൊക്കെയാണ് പങ്കെടുത്ത വിശദീകരണം എന്താണ്? VHP പ്രവർത്തകർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകുന്നു SNDP? പ്രജീഷ്, AKG ഭവന് മുന്നിൽ SNDP നടത്തിയ പ്രതിഷേധത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് വിവിധ സംഘപരിവാർ സംഘടനകളായിരുന്നു. ഇതിൽ തന്നെ VHP, വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത്. ഒപ്പം ഹിന്ദു സെൽ, ഹിന്ദു കൗൺസിൽ, ഒപ്പം ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്നീ സംഘടനകളും ദേശീയ സംഘടനകളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയും ബാനറും ആയിട്ടാണ് ഈ ഹിന്ദു സംഘടനകൾ എത്തിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർ ഇവരോട് ക്ഷണപ്രകാരമാണ് എത്തിയത് എന്ന് ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് SNDP പ്രവർത്തകരും ഒപ്പം സംഘപരിവാർ പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റം നടക്കുന്ന ഒരു സാഹചര്യമാണ് AKG ഭവന് മുന്നിലുണ്ടായത്. SNDPയുടെ വിശദീകരണം തങ്ങൾ വിളിച്ചിട്ടല്ല ഇവർ എത്തിയത് എന്നായിരുന്നു. എന്നാൽ ആദ്യം തന്നെ പ്രത്യേകിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പറഞ്ഞത് SNDPയുടെ ക്ഷണപ്രകാരമാണ് തങ്ങൾ ഇവിടെ എത്തിയത്. SNDPയുടെ പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു നേതാക്കൾക്കെല്ലാം എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ വ്യക്തമാക്കിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർ ഇത് ആരായുന്നത് കണ്ട് SNDP പ്രവർത്തകർ തങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ നിന്നിരുന്ന എല്ലാ വിശ്വ ഹിന്ദു പ്രവർത്തകരുടെ കയ്യിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഒപ്പം ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഇവിടെ കൈവശം ഉണ്ടായിരുന്നു. ഒപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ പതിച്ച ബാനർ മുൻപന്തിയിൽ വച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്.